നമുക്ക് തുടങ്ങാം. റെഡി. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് മാജിക്കൽ മെലഡി റൗണ്ട് ആണ്. അവിടെ വരാൻ പോകുന്നത് നമ്മൾ എപ്പോഴും നല്ല മാജിക്കൽ വോയിസ് ആണ് എന്ന് പറയുന്ന ഒരാളാണ് വരാൻ പോകുന്നത്, ശിവകാമി കുട്ടി. ലെറ്റ്സ് വെൽക്കം ശിവകാമി ഓൺ സ്റ്റേജ്. ഹായ്. നമ്മുടെ കുഞ്ഞു വരുമ്പോഴേ നമുക്കറിയാം ഇന്ന് എന്തോ നമുക്കൊരു വലിയൊരു ഗിഫ്റ്റുമായിട്ടാണ് ഓരോ പാട്ടും അങ്ങനെയാണല്ലോ. ഹലോ ശിവകാമി കുട്ടി. ഹായ്. ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ് ഇപ്പോഴും. തരളിതരാവും ദൂരെ ദൂരെ. ആഹാ, അങ്ങനെ എത്ര എത്ര പാട്ടുകളല്ലേ കുഞ്ഞേ. എങ്ങനെയുണ്ട് ഇപ്പോ? എല്ലാം ഓക്കെ അല്ലേ? ആ, നല്ല ചിരിയുണ്ടല്ലോ. അങ്കിള് ഭയങ്കര ഇഷ്ടാട്ടോ ശിവകാമി കുട്ടിയുടെ ഈ ചിരി കേട്ടോ. എപ്പോഴും അങ്ങനെ നിറഞ്ഞിരിക്കണം. ഫാൻസ് ഒക്കെ പറയുന്നു കുഞ്ഞിന്റെ പാട്ട്, കുഞ്ഞിന്റെ ചിരി, അതുപോലെ കുഞ്ഞ് ഭയങ്കര ജെന്റിലാണ്. കൃത്യമായിട്ട് മാത്രമേ മറുപടി പറയുള്ളൂ. അനാവശ്യമായിട്ട് ഒരു കാര്യം പോലും പറയൂല. അതിനൊരു കൈയടി കൊടുക്കണം. ആ ഡിഗ്രി ഓഫ് മെച്യൂരിറ്റി അല്ലേ ക്യാപ്റ്റൻ? She has it. Isn't it? Yeah, you're right. ആ ഫോണിൽ പാട്ടൊക്കെ ഡൗൺലോഡ് ചെയ്ത് കേൾക്കുന്നുണ്ടോ? അത് സൂപ്പറാണ്. ഓക്കെ, അപ്പൊ ഇന്ന് ഏതാണ് പാട്ട്? ഔസേപ്പച്ചൻ ചേട്ടൻ സിനിമ ആകാശദൂത്. നമ്മളെല്ലാം കരയിപ്പിച്ച സിനിമ. അയ്യോ, നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സിനിമയാണ് മീനുകുട്ട ഈ ആകാശദൂത്. സിബി മലയിൽ സാർ, വലിയൊരു നമസ്കാരം അദ്ദേഹത്തിന്. ഡെന്നിസ് ജോസഫ് സാറാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന കഥ അതെല്ലാം. അപ്പോൾ അദ്ദേഹം ഈ സ്ക്രിപ്റ്റുമായിട്ടും ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെ അദ്ദേഹം ചെന്ന് കാണുകയും പക്ഷെ ആരും തന്നെ പെട്ടെന്ന് അത് ഏറ്റെടുക്കാനായിട്ട് തയ്യാറായില്ല എന്നാണ് ഇതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത്, വായിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഡെന്നിസ് സാറ് പ്രേം പ്രകാശ് സാറിനെ കാണുന്നു. അദ്ദേഹത്തിന്റെ ബന്ധുവാണ്. ചെറിയൊരു ബഡ്ജറ്റിന് ഇത് ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ മുരളി സാറിനെ കാണുന്നു. അങ്ങനെ അദ്ദേഹം ഇതിൽ നായകനാവുന്നു. പിന്നെ നായിക ആരെന്ന് പറഞ്ഞിട്ട് ആദ്യം സുഹാസിനി മാഡത്തിനെ അപ്രോച്ച് ചെയ്യുന്നു. അതുപോലെ ഗീത മാഡത്തിനെ. അപ്പോൾ ഈ 4 കുട്ടികളുടെ അമ്മ എന്നുള്ള ആ റോള് അവർ ആ സമയത്ത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അങ്ങനെയാണ് ഡെന്നിസ് ജോസഫ് സാറിൻ്റെ വൈഫ് അദ്ദേഹത്തിനോട് പറയുന്നത് നമുക്ക് മാധവി അങ്ങനെ ചിന്തിച്ചാലോ എന്ന്. അങ്ങനെയാണ് അവർ ഈ സിനിമയുടെ നായികയായിട്ട് വരുന്നത്. NF വർഗീസ് സാർ ഓഫ് കോഴ്സ് അതിന് വില്ലനാകുന്നു. അങ്ങനെ ഒരു വലിയൊരു സ്റ്റോറി ഉണ്ട്. അങ്ങനെയാണ് ഈ ആകാശദൂത് ഉണ്ടാവുന്നത്. അപ്പോൾ ആദ്യത്തെ 2 ദിവസങ്ങളിൽ ഇതിൻ്റെ കളക്ഷനൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ ഒരു മാർക്കറ്റിംഗ് പല രീതികൾ സ്ട്രാറ്റജി അവലംബിച്ച് വന്നപ്പോഴത്തേക്കും പിന്നെ ഈ സിനിമ മലയാളത്തിൽ ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് മാറുന്നത്. 1 വർഷം വരെ ഓടിയ ഒരു സിനിമയാണ്. അതെ, ശരിക്കും മറക്കാൻ പറ്റില്ല. കണ്ണു നിറയാതെ ഒരാൾക്കും ഈ സിനിമ ഇന്നും കാണാൻ പറ്റില്ല. തൂവാല ഉൾപ്പെടെ കൊടുത്തു അതിന്റെ തിയേറ്ററിൽ. സിബി സാറിന്റെ ആ ഡയറക്ടോറിയൽ ഒരു ടച്ച്, ഒരു മാജിക്കൽ ടച്ച് കൂടെ വന്നപ്പോഴത്തേക്കും ഈ സിനിമയും ഇതിലെ പാട്ടുകളും ഈ പാട്ടൊക്കെ മൈ ഗോഡ്, നോ വേർഡ്സ്. അതാണ് നമ്മുടെ കുഞ്ഞിന്ന് പാടാൻ പോണേ. പാടാൻ നമുക്ക് പറഞ്ഞോ ഡീറ്റെയിൽസ്. സിനിമ ആകാശദൂത്, സംഗീതം ഔസേപ്പച്ചൻ സാറ്, വരികൾ ONV സാറ്, വർഷം 1993, പാടി യേശുദാസ് സാർ. ഈ പാട്ട് ചിത്രമേം പാടിയിട്ടുണ്ട്. മിടുക്കി. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
വെരി ഗുഡ്. അടുത്ത പ്രാവശ്യം എനിക്കൊരു കഥ പറഞ്ഞു തരുമോ വരുമ്പോ? പ്രോമിസ്? യെസ്. ഈ കണ്ണുകൾ കൊണ്ട് ഒരുപാട് കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ടേ, ഒരു കുറുമ്പനാണേ. ഭയങ്കര കഥ പറച്ച എപ്പോഴും. അവൻ മാത്രമാണ് ആകെ ചിരിച്ചിരിക്കുന്നത്. യെസ്. അപ്പൊ അങ്ങനെ ഉഷാറാണേ കേട്ടോ. അപ്പൊ ശിവകാമിക്കുട്ടിക്ക് ഇന്ന് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി 97.5 ഔട്ട് ഓഫ് 100. അപ്പൊ ചേച്ചിയും ചേട്ടനും എല്ലാം പുറത്തുപോയി സന്തോഷമായിട്ടിരിക്കണം കേട്ടോ. ഇവിടെ മാത്രല്ല, പുറത്തിറങ്ങിയാലും ചിരിച്ചിരിക്കണം കേട്ടോ. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്. ടാറ്റാ, ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. 4 പേർക്കും ഹാപ്പി ക്രിസ്മസ്. അതെ. ബൈ, ടാറ്റാ.